ഗൈസ്, ഇത് ഇന്ന് ഞങ്ങളുടെ മുറ്റത്ത് ഉള്ളൊരു സംഭവമാണ്. ഇത് കണ്ടോ, മണ്ണ് ഇങ്ങനെ ഇളക്കിയിട്ടേക്കുന്നത്. ഇതൊരു മുല്ലയാണ് കേട്ടോ. മുല്ലയുടെ മൂടാണ് ഈ കാണുന്നത്. കണ്ടോ, ഇത് ഇതാണിത്. കണ്ടോ, കല്ല് ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. സ്വല്പം ഇങ്ങോട്ട് മാറി കണ്ടൊരു കാഴ്ചയാണ് ഇത്. കണ്ടോ, ഒരു ചീനിയാണ്. കണ്ടോ, ചീനി ഇതാ ഈ രീതിയിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. മുറ്റം വരെ പന്നി എത്തിയോ എന്നൊരു സംശയമുണ്ട്. ഒരു കപ്പ ഇതുപോലെ തിന്ന് വെച്ചേക്കുവാണ്. കണ്ടില്ലേ, അതേസമയം ഇതൊരു കയ്യാലയാണ്. കണ്ടോ, പിന്നെ തൊട്ടൊക്കെ തിന്ന ഇത് കണ്ടോ, ആ കപ്പയെ ഈ രൂപത്തിൽ ഇതാക്കി പിഴുത് വെച്ചിട്ടുണ്ട്. കണ്ടോ, ഇതിൻ്റെ കപ്പയുടെ കമ്പ് കണ്ടോ, ഈ രീതിയിൽ ഇതാക്കും. പന്നിയാണോ എന്നാണ് എൻ്റെ ബലമായ സംശയം. ഒരു പന്നിയേലി ഇതാ ഇതുപോലെ ഇങ്ങനെ ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കണ്ടോ, പത്തനംതിട്ടയിൽ ശരിക്കും പന്നി ശല്യം. ഞങ്ങൾ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലാണ് താമസിക്കുന്നത്. നമ്മുടെ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിലെ പന്നിയുടെ വിളയാട്ടങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റമാണ്. മുറ്റം എന്ന് വെച്ചാൽ വീടിൻ്റെ അവിടെ നിന്നൊരു 10 മീറ്റർ പോലും ദൂരമില്ല. ഇത് കണ്ടോ, ഇത് കണ്ടോ, നമുക്കിതുപോലെ നല്ല നല്ല കുഴികൾ എന്തെങ്കിലും ഇനി നട്ടു വെച്ചോളൂ എന്ന് പറഞ്ഞ് പന്നി കുഴിയൊക്കെ എടുത്തു തരും. കണ്ടോ, ഇത്രയും വലിയ കുഴികളാണ് എടുത്തു തരുന്നത്. നമ്മൾ ഇനി നട്ട് കഴിഞ്ഞിട്ട് വേണമല്ലോ അവർക്ക് ഇനി എടുത്തതല്ല, അതിനുവേണ്ടി അവരിനി ഇങ്ങനെ കുഴിയൊക്കെ കുഴിച്ച് തരും. കണ്ടോ, ഉള്ളത് പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ഇങ്ങനെ പന്നിശല്യം പെരുകുന്നത് മനുഷ്യരുടെ ജീവന് തന്നെ ആപത്താണെന്ന് തോന്നുന്നത്. കാരണം സന്ധ്യ മയങ്ങി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ധൈര്യത്തിലൊന്നും വെളിയിലോട്ട് ഇറങ്ങാൻ പറ്റും. ഒരാവശ്യത്തിന് പോലും പുറത്തോട്ട് ഇറങ്ങാൻ പറ്റില്ല. കാരണം ഇതിൻ്റെ മുമ്പ് ചെന്ന് വെട്ട് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കറിയത്തില്ല. വളരെയധികം ആളുകൾ ഇതിൻ്റെ ശല്യം അനുഭവിക്കുന്നുണ്ടെന്നറിയാം. എങ്കിലും ആരും ഇതിനെപ്പറ്റി ഇതിനു വേണ്ടി ഒരു പ്രവർത്തനമല്ല, ഇതിനെ ഒഴിവാക്കാനുള്ള വഴികളോ ഒന്നും ആരും ഇന്നും കാണുന്നില്ല. ഇതാണ് പന്നിയുടെ കാൽപാദങ്ങൾ. പന്നിയായിരിക്കാം, ഇനി വേറെ വല്ല മൃഗവും വന്നൊന്നും അറിയത്തില്ല. പന്നിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടോ, അതായത് എൻ്റെ മൂക്കാണ്. ഞാൻ ഇതുവരെ ഈ ജീവിയെ നേരിട്ട് കണ്ടിട്ടില്ല. പക്ഷേ ഇത് ഭയങ്കരമായിട്ട് ഇതിൻ്റെ ശല്യം നമ്മുടെ നാട്ടിലുണ്ട്. അപ്പോൾ ഇങ്ങനെ പന്നിശല്യം പെരുകുന്നതിനെതിരെ എന്തെങ്കിലും ഒരു നടപടി ഗവൺമെൻറ് എടുത്താൽ, അല്ലെങ്കിൽ ഇതനുഭവിക്കുന്നവർ ഇതിനെതിരെ ഒന്ന് പ്രതികരിച്ചാൽ നല്ലതായിരുന്നു. ഞാനിത് പറയുന്നത് പന്നി എന്ന മൃഗത്തോടുള്ള ദേഷ്യം കൊണ്ടോ അത് എന്നോട് ഇറ്റ് മീൻസ് നമ്മളെപ്പോലുള്ള ആൾക്കാരോട്. ഇപ്പോൾ എനിക്കൊക്കെ എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. ഇതുപോലെ കൃഷി ചെയ്യുന്നവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടാണ് ഇതുണ്ടാക്കുന്നത്. ഞാൻ നേരത്തെ കൃഷി ചെയ്തിരുന്നു, പന്നി ശല്യം കൊണ്ട് ഞാനങ്ങ് നിർത്തി. അപ്പോൾ ഇതേപോലെ ഒരു ജീവിവർഗം മാത്രം വളർന്നാൽ അത് നമ്മുടെ സമൂഹത്തിന് അല്ലെങ്കിൽ പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയ്ക്ക് വളരെ ദോഷമാണ്. എനിക്ക് മനസ്സിലായ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. പന്നികൾ വളരെയധികം പെരുകുന്നുണ്ട്. ഇപ്പം തന്നെയല്ല, ഞാനിത് മെയിനായിട്ട് പറയാൻ കാരണം തന്നെ പത്തനംതിട്ട പോലെയുള്ള ഒരു ഡിസ്ട്രിക്റ്റിൻ്റെ ഹൃദയഭാഗത്ത് അല്ലെങ്കിൽ പത്തനംതിട്ട മുനിസിപ്പാലിറ്റിയിൽ ഇങ്ങനെ നടക്കുന്നുവെങ്കിൽ അല്ലാത്ത ഉൾഗ്രാമങ്ങളിലും ഒക്കെ എന്തുമാത്രം പന്നിശല്യങ്ങളും അത് ഉണ്ടാകുമായിരിക്കാം. അപ്പോൾ എൻ്റെ പന്നിശല്യത്തെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ ഇനിയും തുടരും. തൽക്കാലം പന്നിക്കഥകൾ ഇവിടെ നിർത്തട്ടെ. ബൈ ബൈ.